കേരളം നീതിന്യായ പീഠത്തിനു മുന്നിൽ കൈകൂപ്പി നന്ദി പറയുന്ന ദിവസമായിരുന്നു അത്. ഓരോ മനുഷ്യനും കാത്തിരുന്ന വിധി. ഷാരോൺ എന്ന ചെറുപ്പക്കാരനെ പ്രണയം നടിച്ച് കടിച്ചുകീറിയ ഗ്രീഷ്മയുടെ വിധി തൂക്കുകയർ ആയിരുന്നു. എല്ലാവർക്കും ആനന്ദം, സന്തോഷം. എന്നാൽ എൻ്റെ ഒറ്റ ചോദ്യം, എത്ര നാൾ അത് കാണുമെന്നതാണ്. തൂക്കുകയർ സുരക്ഷിതമാക്കുമോ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. ഗ്രീഷ്മയുടെ വിധി വന്നതോടെ പലരും കമന്റുകളിൽ പറഞ്ഞ രണ്ടാമത്തെ കാര്യമാണ് ഇനി എത്ര കാലമാണ് ഈ ഒരു തൂക്കുകയറിന്റെ വില അവർ ഇടുന്നത് എന്നത്. ഒന്നാം പ്രതി ഗ്രീഷ്മയ്ക്ക് തൂക്കുകയറും മൂന്നാം പ്രതിയും ഗ്രീഷ്മയുടെ അമ്മാവനുമായ നിർമ്മല കുമാരൻ നായർക്ക് 3 വർഷം തടവുമാണ് നെയ്യാറ്റിൻകര അഡീഷണൽ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചത്. എന്നാൽ ഈ വിധിയിൽ തൃപ്തരാണെങ്കിലും മറ്റൊരു ചോദ്യം ഉയരുന്നത് ഇത് തന്നെയാണ്. ഇനി ഈ ഒരു തൂക്കുകയറിൽ എന്നാണ് ഇളവ് വരുന്നത് എന്നത്. ഷാരോണിനെ ഒഴിവാക്കാൻ കാമുകിയായ ഗ്രീഷ്മ കഷായത്തിൽ കളനാശിനി കലർത്തി കൊലപ്പെടുത്തിയെന്നായിരുന്നു കേസ്. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പിന്നീട് വിചാരണ നടന്നതും. അവസാനം ഒടുവിൽ കേരളം ആകാംക്ഷയോടെ കാത്തിരുന്നതും കേൾക്കാൻ ഏറെ ആഗ്രഹിച്ചതുമായിട്ടുള്ള വിധി തന്നെയാണ് വന്നത്. അതായത് ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ. എന്നാൽ ഇതിൽ രണ്ടാം പ്രതി എവിടെ എന്നതാണ് മറ്റൊരു ചോദ്യം. ഗ്രീഷ്മയുടെ അമ്മയും പ്രതിയല്ലേ? 11 ദിവസം മരണക്കിടക്കയിൽ ഷാരോൺ കഴിഞ്ഞപ്പോൾ അവിടെയും ഒരമ്മ നീറി കഴിഞ്ഞിരുന്നു. അതിന് ഗ്രീഷ്മയെ മാത്രം പ്രതിയാക്കിയത് ശരിയല്ല എന്നതാണ് വാർത്താശബ്ദത്തിന് പറയാനുള്ളത്. കാരണം ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യത്തിന് കൂട്ടുനിന്നത് സ്വന്തം അമ്മ തന്നെയാണ്. അവിടെ ഷാരോണിന്റെ അമ്മ കരഞ്ഞ കണ്ണീരിന് ഈ ഗ്രീഷ്മയുടെ വിധി മാത്രം പോരാ എന്നതാണ് മറ്റൊരു കാര്യം. വധശിക്ഷ ഏറ്റുവാങ്ങിക്കൊണ്ട് അഴിക്കുള്ളിൽ കഴിയുന്ന ഗ്രീഷ്മയെ ഏത് വിധേയനെയും പുറത്തിറക്കാനുള്ള നീക്കമായിരിക്കും ഇനി പുറത്തു നിന്നുള്ള അമ്മ നോക്കിക്കാണുന്നത്. വിഷം കൊടുത്ത് കൊല്ലാൻ സഹായിച്ച അതേ സഹായം തന്നെയായിരിക്കും ഇനി ഉണ്ടാകുന്നതും. അതുകൊണ്ട് തന്നെ എത്ര നാൾ ഈ ഒരു വധശിക്ഷ ഗ്രീഷ്മയുടെ തലയിൽ കഴിയുമെന്നുള്ളതാണ് നോക്കിക്കാണേണ്ടത്. മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ അമ്മയും അകത്താകണം എന്നത് തന്നെയാണ്. കാരണം ഒരു കുടുംബത്തെ മൊത്തം ഇല്ലാതാക്കിയ കൊടും ക്രൂരതയാണ് അമ്മയും മകളും അമ്മാവനും ചേർന്ന് ചെയ്തത്. ഒരിക്കലും അതിന് മാപ്പ് അർഹിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ആ അമ്മ നീതിപീഠത്തിനു മുന്നിൽ രക്ഷപ്പെടരുത് എന്നത് തന്നെയാണ് പറയാനുള്ളത്. അവർക്കും ശിക്ഷ വേണം, അവരും ജയിലിൽ തന്നെ കഴിയണം.